നവ്യയെപ്പോലെ തന്നെ ആരാധകർ ഏറെയുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനും. ഭാര്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു സന്തോഷ് മേനോൻ. വിവാഹത്തിന് ശേഷം നവ്യ സിനിമാ മേഖലയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്തിരുന്നു. അതിന് പിന്നാലെ നടി തിരിച്ചുവരവ് മിനിസ്ക്രീനിലെ അവതാരകയായിട്ടായിരുന്നു. പിന്നീട് ഒരുത്തി എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവ്. ഇതിലും സന്തോഷും കുടുംബവും ഒപ്പം തന്നെയുണ്ട്. ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അനുജൻ രാഹുലിനും മകൻ സായി കൃഷ്ണയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒപ്പം വിഷു അടിച്ചുപൊളിച്ചു നവ്യ നായർ. പടക്കം പൊട്ടിച്ചും കണി ഒരുക്കിയും സദ്യ വെച്ചും കൈനീട്ടം കൊടുത്തും വാങ്ങിയും എല്ലാം നവ്യ സ്വന്തം വീട്ടിൽ വിഷു ഗംഭീരമാക്കി. അമ്മയുടെ തിരിച്ചുവരവിന് ഏവർക്കുമുള്ള നന്ദിയാണ് സന്തോഷ് രേഖപ്പെടുത്തിയത്. അമ്മയ്ക്കൊപ്പം കണി കണ്ടും വിഷു സദ്യ കഴിച്ചും സന്തോഷ് ആ നിമിഷങ്ങൾ ഏറെ ആസ്വദിച്ചു. അമ്മയെ പൂർണ്ണ ആരോഗ്യവതിയായി കണ്ട സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ഈ വിഷുദിനം. ഏറെ നാളായി അമ്മ ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ അമ്മയെ പരിചരിച്ചവർക്കുള്ള നന്ദിയാണ് സന്തോഷ് വിഷുദിനം അറിയിച്ചത്. നവ്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിൽ എന്ന വാർത്തകൾ നിലനിൽക്കവെയാണ് രണ്ടിടത്തായി വിഷു ആഘോഷം നടന്നത്. നവ്യ അഭിനയ രംഗത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആയിരുന്നു ഭർത്താവ് സന്തോഷ് മേനോനുമായി വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമായത്. എന്നാൽ പലകുറി ഇക്കാര്യത്തിനുള്ള വിശദീകരണം താരം നൽകുകയും ചെയ്തു. മകന്റെ പഠനം നാട്ടിൽ ആയതും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം കേരളത്തിൽ ആയതുകൊണ്ടുമാണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് മകനൊപ്പം നവ്യ എത്തിയത്. ഇപ്പോൾ മാതംഗി എന്ന നൃത്തവിദ്യാലയം നടത്തുകയാണ് നവ്യ നായർ. കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലെല്ലാം ദേവീ നൃത്തസന്ധ്യ അവതരിപ്പിച്ചു വരുന്നു. അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന പരിപാടി ഏറെ വൈറലായിരുന്നു. കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഉത്തമ ഉദാഹരണം കൂടിയാണ് നവ്യയുടെ ജീവിതം. 38കാരിയായ നവ്യ 2010ലാണ് സന്തോഷിനെ വിവാഹം ചെയ്തത്. ഒരു അറേഞ്ച്ഡ് മാരേജായിരുന്നു ഇരുവരുടെയും. വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ശേഷമായിരുന്നു വിവാഹം എന്നാണ് നവ്യ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.